തെണ്ടി തിരിഞ്ഞിറക്കുകയാണ്. പ്രത്യേകിച്ച് പണിയും പരിപാടിയൊന്നുമില്ല. ഇത് മധുരയിലെ സിറ്റി സർവീസ് ബസ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ലോ ഫ്ലോർ വണ്ടി വേണ്ട, ബാക്ക് എഞ്ചിനാണ്. ടു വീലറിൻ്റെ BS6. റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്, മറ്റേ വീഡിയോയുടെ പാർട്ട് 2. അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ മധുര വന്നിറങ്ങി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇന്ന് വേറൊരു വഴിക്ക് പോകാൻ പോകും. ഞാൻ ഇത്രയും നാൾ കുറച്ച് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണ്. മധുരയിൽ നിന്ന് നമ്മൾ രാമേശ്വരം പോവുകയാണ്. രാമേശ്വരത്തേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ദേ കിടക്കുന്നത്. ദാ മധുരൈ രാമേശ്വരം ഡിണ്ടിഗൽ വിഴുപ്പുരം റൈഡ് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. ഇതാണ് വണ്ടി. ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ ഇതാ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ നമ്മൾ മിസ് ചെയ്തു പോയ കുറച്ച് ക്രോസിങ്ങും പരിപാടിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 22727 WP4 ആണ് ലോക്കോ. നമ്മുടെ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ദാ നമ്മുടെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. പണ്ടൊക്കെ ഞങ്ങൾ മധുരയിൽ ചെക്കപ്പിനൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ ഇതിനായിരുന്നു വരുന്നത്. കിടിലൻ വണ്ടിയായിരുന്നു. ഒരുപാട് ഓർമ്മകൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു ഇത് ഉണ്ടല്ലോ. നമ്മുടെ ചെന്നൈ എഗ്മോർ മറ്റേ ഗുരുവായൂർ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് കിടപ്പുണ്ട്. അത് പോയി കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് തള്ളിയിടത്തുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 2 ട്രെയിനുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്? അതാണ് ഇതുകൊണ്ട് ഇല്ലോ കാണുന്ന വാലറ്റം. അത് നമ്മുടെ നമ്മുടെ മധുരൈ ഗുരുവായൂരിൻ്റെ വാലറ്റമാണ് കിടക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോകാൻ നമുക്കിപ്പോൾ സമയമില്ല. അത് സൂപ്പർ ഫ്ലെക്സിയുടെ പടമൊക്കെ അടിച്ച ഒരു റേക്കാണ് നമ്മുടെ ഇത് കിടക്കുന്ന വണ്ടി. അതൊന്ന് മനസ്സിലായോ? ഇതാണ് തേജസ് എക്സ്പ്രസ്, മധുരൈ ചെന്നൈ എഗ്മോർ തേജസ് എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ എൻജിൻ, ഗോൾഡൻ റോക്കിൻ്റെ WDP-40. അപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ WDP-40 ആണ്. മധുര റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിലൊരു ഒരു റെനോവേഷൻ നടക്കുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പം നിലവിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തം പൊട്ടിച്ച് പൊളിച്ചിട്ടേക്കുക. നമ്മുടെ ഈ ട്രെയിനിൻ്റെ നമ്പർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 56-713, അതേപോലെ തന്നെ 714. ഇവിടുത്തെ സ്റ്റോൾ ഉണ്ടാവും. ഇവിടുത്തെ സ്റ്റോൾ മൊത്തം ചോപ്പറോ. മധുരൈ ജംഗ്ഷൻ. ഇത് നമ്മൾ വന്ന നമ്മുടെ പുനലൂർ മധുരൈ ഇതുകൊണ്ട് അടക്കുന്നു. അതിന് രാത്രി 11:15 ഇവിടെ നിന്നെടുത്ത് തിരിച്ച് പുനലൂരിട്ട് പോകും. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഈ സഫലീകരിച്ചതെന്ന് പറഞ്ഞാൽ പറയാം. ഇവിടെ ഫുൾ റെനോവേഷൻ ആട്ടോ മധുരയിൽ കംപ്ലീറ്റ്. 1 മണിക്ക് എടുക്കേണ്ട ട്രെയിനാണെങ്കിൽ ഇപ്പം 6 മിനിറ്റ് ലേറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. 1:06 ഇപ്പോൾ സമയം. അപ്പോൾ കുറച്ച് വൈകിട്ടാണ്, 6 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സമയത്ത് എന്തോ കമ്പാരിറ്റീവ്ലി ചൂട് ഭയങ്കര കുറവാണ്. ഇവിടെ സിംഗിൾ ലൈനാണ്. ട്രാക്ക് ഡബിളിങ്ങും പരിപാടിയൊന്നും നടക്കുന്നില്ല ഇങ്ങോട്ട്. നടന്നിട്ടും പ്രത്യേകിച്ച് നടക്കാൻ സ്ഥലമായിട്ടെടുപ്പം പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. പശു എടുക്കുന്നുണ്ട്. പശു
ഇവിടെ ഈ സൈഡിലുണ്ട് മൊത്തം പനയും തെങ്ങും വെച്ചേക്കുന്നത്. അപ്പോൾ പന ഇങ്ങനെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടുള്ള സിലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. പ്ലാറ്റ്ഫോമിൻ്റെ പണികളൊക്കെ എല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേക്ക് പോകും. പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് വരുമ്പോഴും പിന്നെയും പഴയ പോലെ തന്നെ കുറേ പോച്ചക്കാടും എല്ലാം കൂടെ. ഡബ്ലിങ്ങിനുള്ള പരിപാടി ഞാൻ കണ്ടാൽ തോന്നുന്നു. കണ്ടോ വരയിട്ട് വെച്ചേക്കുന്നത് ഡബ്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സിലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം തിരുപ്പുവനം എന്ന് പറയുന്നിട്ടുള്ള സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണേ. വണ്ടി വിട്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരു മേൽക്കൂര പോലും ഇല്ല. ഇവിടെ മരമാണ് നിൽക്കുന്നത്. മരത്തിൻ്റെ ചുവട്ടിലെങ്ങനെ പോയി നിന്നോളാം. എനിക്ക് തോന്നുന്നു അമൃതയ്ക്കും അതേപോലെ തന്നെ മറ്റേ രാമേശ്വരം ഓക്ക ഇതിനൊന്നും സ്റ്റോപ്പില്ലെന്ന് തോന്നുന്നു ഇതിന് ഇവിടെയൊക്കെ. അങ്ങനെ തിരുപ്പുവനം കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സൈഡിലോട്ടൊക്കെ വരുന്നത്, അതായത് മാനാമധുരൈ പിന്നെ അതേപോലെ തന്നെ രാമനാഥപുരം, രാമേശ്വരം, ആ ഒരു റൂട്ട് ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവരെ പാരൻസിനെ കൂടെ കൊണ്ടുപോകുന്നത്. ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ അന്തരീക്ഷം മണ്ണൊക്കെ കണ്ടോ. മണ്ണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഞ്ചാര മണ്ണ് ഇവിടെ. തിരുപ്പച്ചട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീരം എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മാനാമധുരൈ ആയില്ലെന്ന് തോന്നുന്നു.
யார் வந்துருக்காரு? அது இதுக்கு நகர அதுக்கு இது இருக்குது, வாவல் இருக்குது, வாவல் பொரியல் சாப்பாடு எடுத்துக்கோங்க. സോറി അത് പാർട്ടി ആട് തീർച്ചയായിട്ടും ആട്. അങ്ങനെ നമ്മൾ മാനാമധുര എത്തിയിരിക്കുകയാണ്. മാനാമധുര ജംഗ്ഷൻ. അതായത് ട്രാക്ക് ഡബിളിങ് പാളമൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവിടം വരെ ഉള്ളൂ സത്യം പറഞ്ഞത്. ബാക്കി അങ്ങോട്ടേക്ക് യോജിപ്പിച്ചിട്ട് ഒരു ഡബിൾ ലൈൻ ആക്കാനുള്ള പരിപാടി ആയിരിക്കാം മേ ബി. പക്ഷേ ഇത് ഡബിൾ ലൈൻ ആക്കി കഴിഞ്ഞുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ലൈൻ ട്രാഫിക്ക് കുറയും, ടൈം നന്നേ കുറയും. ശരിക്കും ടൈം കുറഞ്ഞിട്ട് നമുക്ക് ട്രാവൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും. പക്ഷേ ഇത് പറഞ്ഞാൽ ഈസി ആവണ്ടേ? ഇവിടെ നമ്മുടെ ട്രാക്ക് ഇട്ടിട്ടുള്ളൂ. കണ്ടോ തീർന്ന പരിപാടി. ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ലൈൻ പോകുന്നുണ്ട്. വിരുദനഗറിൽ നിന്ന് വന്ന് കയറുന്ന ലൈനാണെന്ന് തോന്നുന്നത്. അതായത് വിരുദനഗറിൽ നിന്ന് വന്ന് കയറുന്ന ലൈനാണ് അത്. മെയിൻ ലൈനിൽ വന്ന് കയറും. ഇത് വിജനമായിട്ട് കിടക്കുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിയാണ്. കിടക്കുകയാണ് കേട്ടോ. ഏക്കർ കണക്കിന് തരിശായിട്ട് ഇങ്ങനെ, തെറ്റായിട്ടൊന്നല്ല, ഇങ്ങനെ കിടക്കുകയാണ്. പാണ്ടം പോലെ അറ്റമില്ല, അറുതിയില്ലാതെ കിടക്കുന്ന കുറേ പേരുടെ തോന്നും. നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഉടിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പം അടുത്ത നമ്മുടെ ഈ രാമേശ്വരം ഭാഗത്തൊക്കെ അടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സുടിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനും വിട്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഒരുപാട് കിടക്കുന്നു. നമുക്ക് ഇനി മുന്നോട്ട് ഒരുപാട് ദൂരം കൂടെ ബാക്കിയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അറൗണ്ട് ഒരു 80 രൂപയ്ക്ക് മറ്റ് എക്സ്പ്രസ് ട്രെയിനുകളിൽ 80 രൂപ. സൂപ്പർ ഫാസ്റ്റിനാണെങ്കിൽ 80, മറ്റ് സാധാരണ എക്സ്പ്രസ് ആണെങ്കിൽ 70 രൂപ വരുന്നിടത്ത് നമുക്കിത് പാസഞ്ചർ ആയിട്ട് നമ്മുടെ 40 രൂപ വരുന്നുണ്ട്. സുടിയൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് പിന്നെയും പഴയ പച്ചപ്പും പറയുന്ന വലിയ കണ്ണെത്താതെ കിടക്കുന്ന വലിയ പറമ്പുകളും ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പിന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ടുള്ള പച്ചപ്പ് അതുകൊണ്ടുണ്ടോ. അതിൻ്റെ നടുക്കൊരു ചെറിയ പെര പോയിട്ടുണ്ട്. തീരപ്രദേശമായിട്ട് നല്ല രസമുണ്ട് കാണാൻ. വലിയ റോഡ് വരുന്നുണ്ട്. ആ റോഡ് കരിഞ്ഞുണങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആ സൈഡിലൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. ഇവിടുത്തെ വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊക്കെ ഇരിക്കും കേട്ടോ. സ്ക്വയർ ഷേപ്പിലിരിക്കും. നല്ല കളറുമാണ്, നല്ല കിടക്കൻ സെറ്റപ്പൊക്കെയാണ്. കുറച്ച്
കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇപ്പം പരമക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പരമക്കുടി കണ്ടോ? ഇവിടെ നമ്മളെ സ്റ്റേഷനുകളിൽ കണ്ടോ നമുക്കൊരു മേൽക്കൂര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല. ഇവിടെ ടൈൽസൊക്കെ ഇട്ട് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പരമക്കുടിയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്തായത് കണ്ടോ പൊടിക്കാറ്റ് പറക്കുന്നു. പൊടിക്കാറ്റ് പറക്കുക. മൊത്തം ഇങ്ങനെ കിടക്കുകയാണ് ഏക്കർ കണക്കിന് ഇങ്ങനെ കാണ്ടം പോലെ കിടക്കുന്ന കുറച്ച് സ്ഥലം. ഇങ്ങനെ കൃഷിയിടങ്ങൾ ഈ സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ നല്ല വൃത്തിയായിട്ട് കൃഷിയും ചെയ്യുന്നുണ്ട്. ചോളമാണ് കണ്ടോ ഇതിൻ്റെ കൃഷിയിലേക്ക്. അന്തവും കുന്തവുമില്ലാത്ത യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് സ്ഥലമാണ് രാമനാഥപുരം. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ വെച്ച് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പക്ഷേ വല്ലാത്തൊരു പെടലായിപ്പോയി. വെച്ച് കഴിഞ്ഞാൽ 151 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് വരെ. ഞാൻ ഫെയർ എത്രയാണെന്ന് വെച്ച് പറയാം. അതായത് മധുരയിൽ നിന്ന് രാമനാഥപുരം വരെ ഒരാൾക്ക് ചാർജ് വരുന്നത് 40 രൂപയാണ്. 181 കിലോമീറ്റർ ഉണ്ട്. രാമനാഥപുരം എത്തിയിട്ടുണ്ട്. രാംനാഥ് എന്ന് പറയും. മണ്ഡപം ക്യാമ്പ് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. മണ്ഡപം ക്യാമ്പ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മണ്ഡപം മെയിൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പാമ്പൻ. മണ്ഡപം എത്തിയിരിക്കുകയാണ്. അവിടെ ബോർഡില്ല, ബോർഡ് പണിയും തോന്നുന്നു. ബോർഡൊക്കെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മണ്ഡപം
മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതോ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും 100 ചില്വാനം കിലോമീറ്റർ താണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ ഒന്നിക്കുന്ന ആ ഒരു പ്രഭവ കേന്ദ്രം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ. നമ്മളിപ്പോൾ ആ ഇതിൻ്റെ നടുക്കൂടെ പോകുമ്പോഴാണ് അത് നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. യെസ്, വി ഗോട്ട് ഇറ്റ്. ഈ ഒരൊറ്റ സാധനം കാണാൻ വേണ്ടിയിട്ട് മധുരയെ നിങ്ങ വരെ കുറ്റിയും പറിച്ച് വന്നവരാണ് ഞാൻ. കുറ്റിയും പറിച്ച് അത് അങ്ങോട്ട് നോക്കിക്കേ, എന്നോടത് സാഗര സൗന്ദര്യം. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കടലിൻ്റെ മണ്ടക്കൂടാണ് സുഹൃത്തുക്കളെ. ആ ഒരു കടൽക്കാരടിക്കുന്ന കണ്ടാടാ, അടിപൊളി. അങ്ങോട്ട് നോക്കി, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാമ്പൻ പാലത്തിന് മണ്ടേ കൂടെ രാമേശ്വരം ഒന്ന് പോകണമെന്ന്. അത് ഇപ്പോൾ എന്തായാലും സാധിച്ചു വിത്ത് മൈ പാരൻസ് ആൻഡ് മൈ ഡിയർ ബ്രോ. അത് നടന്നിട്ടുണ്ട്. ഭയങ്കര ഒരു നോക്കിയാണോ സെറ്റ് പൊളി. നമ്മൾക്ക് ഇത് ബോട്ടൊക്കെ വരുന്നുണ്ടോ. നമ്മളോട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടേക്കൊക്കെ ഫോൺ പോയി കഴിഞ്ഞാൽ വീർന്ന് ആയിട്ട് ഈ ഒരു കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ ഉള്ളൊരു ഇതിൻ്റെ പുറത്താണ് സത്യം പറയാമല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, രാമേശ്വരത്തേക്ക്. വാട്ടർ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. ഇതിൻ്റെയാണ് വരുന്നത് കേട്ടോ. കപ്പലൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ സാധനം പൊളന്ന് മേലോട്ട് പോകും, കപ്പൽ അതിൻ്റെ അടിയിൽ കൂടെ പോവുകയും ചെയ്യും. നമ്മളിപ്പോൾ കടലിൻ്റെ മണ്ടക്കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടര കിലോമീറ്റർ ഉണ്ട് ഈ മഹാവിസ്മയം. അങ്ങനെ ഇതാ കടലിന് നടുക്കൂടുള്ളതോ ആ മാസ്മരിക ലോകം അവിടെ അവസാനിച്ചിരിക്കുക. WDP ബോർഡി ഘടിപ്പിച്ച രാമേശ്വരത്ത് നിന്നും പോകുന്ന താമ്പരം രാമേശ്വരം എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഇവിടെ ആ ഒരു കടപ്പുറത്തിൻ്റെ ആ ഒരു സെറ്റപ്പാണ് കണ്ടോ. അതിൻ്റെ അപ്പുറം കടലാണ്. ഇത് ഉപ്പുവെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ സാധനമൊക്കെ. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും പൈസ മുടക്കി നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വന്നു. മേലോട്ട് കയറ്റമാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ രാമേശ്വരം എടുക്കാറായിട്ടുണ്ട്. ജീവിതത്തിലെ ആദ്യത്തെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു. Thank you God for this wonderful trip that you have made. എന്തൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം രാമേശ്വരത്ത് ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പോകുന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു വരും. കാരണം നമുക്ക് രാത്രിയിലത്തെ QL നിന്ന് തിരിച്ച് വീട്ടിൽ പോകേണ്ടതാണ്. നാളെ ഹർത്താലാണ്. അപ്പോൾ അതിനിപ്പുറമായിട്ട് എങ്ങനെയായാലും വീട് പിടിച്ചേ പറ്റൂ. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം
പുതിയൊരു വീഡിയോയുമായി പിന്നീട് എപ്പോഴേലും ഒക്കെ കാണാം. ഓക്കെ.